ചെയ്ത് ഇറങ്ങി ഏകദേശം തീരുമാനമാണ്. ആക്ച്വലി ഇപ്പോൾ ബൈക്ക് സ്റ്റാർട്ടാകുന്നുണ്ട്. ബട്ട് ഞാൻ വരുന്ന വഴിക്ക് പൊള്ളാച്ചി ആ റൂട്ടിൽ വെച്ച് ഏകദേശം ഒരു ബ്രിഡ്ജായിരുന്നു, ബ്രിഡ്ജല്ല ഒരു അണ്ടർവേ ആയിരുന്നു, അതിൻ്റെ മുകളിലൊരു ബ്രിഡ്ജും പോകുന്നുണ്ട്. അപ്പോൾ നേരെ അതിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നാൽ ഇപ്പോൾ നേരെ ഫുൾ വെള്ളമായിരുന്നു ആക്ച്വലി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ആ വെള്ളത്തിലേക്ക് ജമ്പ് ചെയ്തപ്പോൾ എയർ ഫിൽറ്ററിൻ്റെ ഉള്ളിൽ വെള്ളവും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. ആൻഡ് പവറിൽ ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബട്ട് എന്തോ ഒരു ചെറിയൊരു മിസ്സിങ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ബാറ്ററി ഡൗൺ ആയതാണോ എന്തോ കറക്റ്റ് അറിയില്ല. ബട്ട് ചെറിയൊരു പവറിൻ്റെ ഇഷ്യൂ വേരിയേഷൻ ഉണ്ട്. അതിന് മൗണ്ടൈൻ്റെ ആണോ കാര്യങ്ങളൊന്നും അറിയില്ല, ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ടാണെന്ന് അറിയില്ല. ബട്ട് വേറെ സീന് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇപ്പോൾ സെറ്റായിട്ട് വേണം പുറത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ പോകാനായിട്ട്. ആൻഡ് ഇതാണ് ആക്ച്വൽ വ്യൂ കാര്യങ്ങളൊക്കെ. Hey, what's up guys? So welcome back to tangliefilms. അപ്പോൾ നമ്മുടെ പുതിയൊരു സീരീസും പുതിയൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇപ്പോൾ ഞാൻ എവിടെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലാണുള്ളത്. കൊടൈക്കനാൽ അതായത് ഇപ്പോൾ സ്റ്റേ ചെയ്ത ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാക്ക് പാക്കിംഗ് ഹോസ്റ്റലാണ്. അവിടെ ഏകദേശം അതായത് കൊടൈക്കനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോസ്റ്റലുണ്ട്, ഈ ബാക്ക് പാക്കിംഗ് ട്രിപ്പ്, ഈ 2 ഹോസ്റ്റൽസാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്ന് പറയാനായിട്ട് ഇവിടെ കുറച്ച് ചീപ്പറാണ്. ഹോസ്റ്റലിനെ സംബന്ധിച്ച് ഇവിടെ ട്രിപ്പറിൽ കുറച്ച് ചീപ്പറാണ്. പ്രൈസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് ശാന്തി ഉള്ള ഒരു സ്പോട്ടാണ്. അധികം ക്രൗഡും ഹോസ്റ്റലിനെ കമ്പയർ ചെയ്താൽ അത്ര ക്രൗഡ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് പീസായിട്ട് ചില്ല് ചെയ്തിട്ട് കൊടൈക്കനാലിൽ ചില്ല് ചെയ്തിട്ട് പോകുന്ന ആ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഹോസ്റ്റലിൽ നിന്ന് അതായത് ഏർലി മോർണിംഗ് വേക്കപ്പൊക്കെ ഫ്രഷപ്പൊക്കെ ആയിട്ട് നേരെ ഹോസ്റ്റലിൽ നിന്ന് പുറത്തേക്ക് പോകണം. അതായത് നമ്മൾ പോകുന്നത് പൂമ്പാറ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലേക്കാണ്. ശരിക്കും ഒരു പഴയ ഒരു ഗ്രാമം, മൂവീസിലൊക്കെ കാണുന്ന ഒരു ഗ്രാമം. ഈ ട്രിപ്പ് എങ്ങനെ സ്റ്റാർട്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സഡൻ പ്ലാൻ ട്രിപ്പായിരുന്നു. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എൻ്റെ നാട്ടിൽ കൊച്ചിയിലേക്ക് വന്ന ശേഷം അവിടെ കുറച്ച് നേരം അതായത് റെസ്റ്റൊക്കെ ചെയ്ത് ചില്ല് ചെയ്തിരിക്കുമ്പോൾ സഡനായിട്ട് പ്ലാൻ ചെയ്തു ജസ്റ്റ് ഒരു ഹെൽത്തി ബ്രേക്ക് അല്ലെങ്കിൽ ഹെൽത്തി ബ്രേക്ക് റൈഡ് എന്നൊക്കെ പ്ലാൻ. ആ ഒരു വൈബിൽ ക്യാച്ചപ്പ് ചെയ്ത് നേരെ മൺസൂൺ ആയിരുന്നു ആ സമയത്ത്. ഈ എൻ്റെ റൈഡ് ഷൂട്ട് ചെയ്ത് കുറച്ച് ലോങ് ബാക്ക് മുന്നാണ്. ഇപ്പോഴല്ല ഈ റൈഡ് പോയേക്കുന്നതും കാര്യങ്ങളും ചെയ്തേക്കുന്നതും കുറച്ച് നാൾ മുമ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ എനിക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ക്രിയേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ എൻ്റെ ഫയൽ, അതായത് എൻ്റെ ഫോണിലെ ഡാറ്റാസ് കുറച്ച് പോയി. അങ്ങനെ കുറച്ച് ഫയൽസ് എല്ലാം മിസ്സായി. അപ്പോൾ ഈ ട്രിപ്പിൻ്റെ എൻ്റെ റൈഡ് സീരീസിൻ്റെ കുറേ ഫുട്ടേജസ് മിസ്സായി. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫുട്ടേജസും കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ മേക്ക് ഓവർ ചെയ്ത ഒരു വീഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ നിങ്ങൾ ഈ കൊടൈക്കനാലിൻ്റെ സീരീസിൽ കാണാൻ പോകുന്നതും ഇനി അങ്ങോട്ട് കാണുന്നതും. അപ്പോൾ കൊടൈക്കനാൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു മനസ്സിൽ മാജിക് മഷ്റൂമും കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാം. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പിക്ക് എൻ്റെ ഫ്രണ്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പിക്ക് കണ്ടിട്ടാണ് എനിക്ക് കുറച്ചുകൂടി ഇൻസ്പയർ ആയ ഈ പറഞ്ഞ സ്ഥലമൊന്നും, അല്ലെങ്കിൽ ഈ വീഡിയോയിൽ അല്ലെങ്കിൽ ഈ ഫോട്ടോയിൽ കണ്ട ഈ ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടണം, ആ സ്ഥലം ഒന്ന് കാണണം, ആ സ്ഥലത്തെ കാഴ്ചകളെ കണ്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം. അങ്ങനെയാണ് ഈ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ എൻ്റെ റൈഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഒരു നൈറ്റ് ഇരിക്കുമ്പോൾ ജസ്റ്റ് പാക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത് വണ്ടി കുറച്ച് സർവീസ് ചെയ്യാനുണ്ടായിരുന്നു. പക്ഷെ ഞാനൊരു ഓക്കെ കണ്ടീഷനിൽ എടുത്തിട്ട് നേരെ കൊടൈക്കനാലിലേക്ക് ഒരു ഓവർനൈറ്റ് റൈഡ് അടിച്ച് കൊടൈക്കനാലിലേക്ക് പോയി. ഏർലി മോർണിംഗ് കൊടൈക്കനാലിലെത്തി. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾ സീരിയസിൽ കണ്ടിട്ടുണ്ടാവും മഴയത്ത് ഞാൻ കൊടൈക്കനാലിലേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ. അതായത് കൊടൈക്കനാൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും ആദ്യം വന്നത് കൊടൈക്കനാൽ ലേക്കും പിന്നെ ഡോൾഫിൻ ഹൗസും വട്ടക്കനാൽ പിന്നെ മാജിക് മഷ്റൂമൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ മാജിക് മഷ്റൂമോ കാര്യങ്ങളോ അല്ല എൻ്റെ മനസ്സിലേക്ക് വന്നിങ്ങനെ. എൻ്റെ മനസ്സിലാകെയുള്ള ഒരു ജസ്റ്റ് ഒരു പിക്ചർ അല്ലെങ്കിൽ ആ ഒരു തീം എന്ന് പറയാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പൂമ്പാറ വില്ലേജിൻ്റെ ഒരു ഫോട്ടോ, ഇൻസ്പയർ ആയ ഒരു വില്ലേജിൻ്റെ ഫോട്ടോ ആണ്. ആ ഒരു ഫോട്ടോ അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്ത സ്ഥലത്തേക്ക് എത്തിപ്പെടാനുള്ള ഒരു യാത്രയായിരുന്നു ഈ എൻ്റെ ട്രിപ്പ് അല്ലെങ്കിൽ എൻ്റെ സീരീസ് എന്ന് പറയാനായിട്ട്. അതായത് ഈ പൂമ്പാറ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ടൂറിസ്റ്റോ അല്ലെങ്കിൽ ഒരു കോളേജ് ടൂർ പോകുന്നവരോ അല്ലെങ്കിൽ ഫാമിലീസോ എത്തിപ്പെടാത്ത ഒരു സ്പോട്ടാണ് പൂമ്പാറ എന്ന് പറയുന്ന ഈ വില്ലേജും ഈ ഗ്രാമപ്രദേശവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വരുന്നത് നേരെ കൊടൈക്കനാലിലേക്കും കൊടൈക്കനാലിൻ്റെ ലേക്കും കാര്യങ്ങളും കണ്ട് അല്ലെങ്കിൽ ചെറിയ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ
അപ്പുറം അതായത് കൊടൈക്കനാലിൻ്റെ ഒരു അറ്റം അല്ലെങ്കിൽ ഒരു എൻഡിൽ ഇങ്ങനെ ഒരു ഗ്രാമം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രദേശം കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് പഴയ ആൾക്കാർ, ATM മെഷീനോ, പ്രോപ്പർ ATM മെഷീനോ, ഒരു ഫ്യൂവൽ സ്റ്റേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത, അല്ലെങ്കിൽ ഒരു 5 സ്റ്റാർ ഹോട്ടലൊന്നും ഇല്ലാത്ത ഒരു പക്കാ ഗ്രാമപ്രദേശം, തമിഴ്നാടിൻ്റെ ഒരു ഗ്രാമപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അവിടേക്കാണ് എൻ്റെ ഈ യാത്ര. അപ്പോൾ ഈ പൂമ്പാറ വില്ലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേ, അതായത് വലിയ വലിയ 5 സ്റ്റാർ ഹോട്ടൽസോ അങ്ങനത്തെ ഹോട്ടൽസോ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇതിൻ്റെ ഒരു എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂമ്പാറ അല്ലെങ്കിൽ ആ ഒരു വില്ലേജ് കഴിഞ്ഞിട്ട് മലവന്നൂർ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ ഏകദേശം ജസ്റ്റ് ചെറിയ ചെറിയ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് കുറച്ച് കോസ്റ്റ്ലിയാണ്, അടിപൊളി സ്റ്റേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അത്ര കൺഫർമേഷൻ അല്ല. പക്ഷെ ഞാൻ അതായത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കൊടൈക്കനാൽ ടുപ്പോ എന്ന് പറഞ്ഞ ബാക്ക് പാക്കിങ് ഹോസ്റ്റലിൽ സ്റ്റേ എടുത്തു. ആ സ്റ്റേ എടുത്ത് അവിടെ നിന്ന് ഒന്ന് ഫ്രഷപ്പൊക്കെ ഒന്ന് നല്ല റെസ്റ്റൊക്കെ എടുത്തിട്ട് ഏർലി മോർണിംഗ് നേരെ ഒരു 1 ഡേ മോട്ടോ റൈഡ്, അതായത് എന്ന് പറഞ്ഞാൽ ഒരു ബൈക്ക് ടൂർ പോലെയാണ് ഞാൻ പോയത്. ബൈക്ക് ടൂർ പോലെയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫുട്ടേജസ് കാര്യങ്ങളൊക്കെ മിസ്സായി. അപ്പോൾ ഈ സീരീസിൽ നിങ്ങൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോട്ടോ ടൂർ, ഒരു ബൈക്കിൽ നേരെ ടൂർ ചെയ്ത് വരുന്ന ഒരു ഇതാണ്. അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടെ ഫോട്ടോസ് എടുക്കുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വീഡിയോസോ അവിടുത്തെ ആൾക്കാർ അധികം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇതൊരു ജസ്റ്റ് ഒരു റൈഡ് സീരീസിൻ്റെ വീഡിയോ മാത്രമായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫുട്ടേജസ് ഞാൻ പറഞ്ഞ പോലെ മിസ്സായിട്ടുണ്ട്. അപ്പോൾ ഈ പൂമ്പാറ എന്ന് പറഞ്ഞ വില്ലേജിനെ പറ്റിയോ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഫുൾ ഡീറ്റെയിൽ എനിക്കറിയില്ല. അതായത് കൊടൈക്കനാൽ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 30, 40, 60 സംതിങ് കിലോമീറ്റർ ഉണ്ട് ഈ പൂമ്പാറ എന്ന് പറഞ്ഞ വില്ലേജിലേക്ക്. അപ്പോൾ അങ്ങോട്ട് പോകുന്നവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാലിൽ നിന്ന് ഫ്യൂവലും കാര്യങ്ങളൊക്കെ റീഫിൽ ചെയ്യണം. പിന്നെ കുറച്ച് ലിക്വിഡ് ക്യാഷും കാര്യങ്ങളും എപ്പോഴും കീപ്പ് ചെയ്യണം. കാരണം പ്രോപ്പർ നെറ്റ്വർക്ക് കാര്യങ്ങൾ എപ്പോഴും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഈ പൂമ്പാറ എന്ന് പറയാനായിട്ട്. കാരണം അവിടെ പ്രോപ്പർ ഫ്യൂവൽ സ്റ്റേഷനോ കാര്യങ്ങളോ, ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ, അതായത് ഫ്യൂവൽ ബ്ലാക്കിന് മേടിക്കണം. ആ ബ്ലാക്കിന് മേടിക്കുന്ന ഫ്യൂവൽ അത്ര നല്ല ഫ്യൂവൽ കാര്യങ്ങളൊന്നും അല്ല. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ പോയത് മൺസൂണിലാണ്. മൺസൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളോ, അതായത് ഒരു മോട്ടോ ടൂർ അല്ലെങ്കിൽ മോട്ടോ ടൂർ സോളോ താല്പര്യമുള്ളവർക്ക് സോളോ ടൂർ ചെയ്യാം. അല്ലാതെ കപ്പിൾസോ അല്ലെങ്കിൽ ആർക്കും എല്ലാം ടൂർ ചെയ്യാം. പക്ഷേ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ റൂട്ട് അല്ലെങ്കിൽ ഈ ഒരു ഡൈവേഷനുള്ള ഈ റൂട്ടിലേക്ക് നിങ്ങൾ പോകുമ്പോൾ ഒരിക്കലും നൈറ്റ് ഒരിക്കലും റൈഡ് ചെയ്യാണ്ടിരിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് ബൈസൺ എന്ന് പറഞ്ഞ ഒരു അനിമൽ ഇറങ്ങും. ഈ പശു പോലത്തെ അല്ലെങ്കിൽ കൗ പോലത്തെ ഒരു അനിമൽ ഇറങ്ങും. അപ്പോൾ ആ അനിമൽ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് കണ്ടിട്ട് ആ ഒരു ബൈസൺ നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹോസ്റ്റലിൽ, അതായത് ഹോസ്റ്റലിൽ നോക്കിയെടുത്തുന്ന ആ ഒരാൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസൺ ഉണ്ടാവും. അപ്പോൾ നൈറ്റ് ഒരിക്കലും അധികം ഓടിക്കരുത്. കാരണം ബൈസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കിങ് സാധ്യത കൂടുതലാണ്. അപ്പോൾ കാട്ടുപോത്ത് ഇതൊക്കെ ആ ഒരു സീനിൽ അറ്റാക്കിങ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഹെഡ്ലൈറ്റ് കണ്ടിട്ട്, അപ്പോൾ രാത്രി ബൈക്കിലൊക്കെ ഒറ്റയ്ക്ക് ഒരിക്കലും അല്ലെങ്കിൽ കപ്പിളായിട്ടൊന്നും ഒരിക്കലും ഈ റൂട്ടിൽ കൂടെ യാത്ര ചെയ്ത്, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഈ വീഡിയോയിൽ. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു എമർജൻസിക്ക് ആരും എത്തിപ്പെടാനോ കാര്യങ്ങളൊന്നും പ്രോപ്പർ ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ പോകുന്ന ഗ്രാമപ്രദേശം. അതായത് രാത്രി ആയി കഴിഞ്ഞാൽ പഴയ ഒരു ചിന്താഗതിക്കുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ അങ്ങനെ ജീവിക്കുന്ന ഒരാൾക്കാരാണ്. ഇപ്പോൾ കണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരെ കാട്ടിലേക്ക്, അതായത് കൊടൈക്കനാലിലേക്ക് റൈഡ് അടിച്ചിട്ട് കാട്ടിലൊക്കെ വന്നിട്ട് ഫുൾ കട്ട് ഓഫ് ആയി, ഫുൾ ത്രോട്ടിൽ കട്ട് ഓഫ്. എൻ്റെ ചെവി അടിച്ചു പോകുന്ന ഒരു സൗണ്ടായിരുന്നു ഒരു ലോക്കൽ എക്സോസ്റ്റ് വെച്ചിട്ട്. അതെന്ന് പറഞ്ഞാൽ കാട്ടിൽ വന്നിട്ട് ഫുൾ, അതായത് ലോക്കൽ എക്സോസ്റ്റ് വെച്ചിട്ട് ഫുൾ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ സീൻസാണ്. അതിനിടയിൽ ഇൻ ബിറ്റ്വീൻ ഞാൻ തിരിച്ച് എൻ്റെ ബാക്ക് പാക്കിങ് ഹോസ്റ്റലിലേക്ക് എത്തുന്ന സമയത്ത് റോട്ടിൽ, അതായത് മൺസൂണായ കാരണം മഴയൊക്കെ പെയ്തിട്ട് മരമൊക്കെ മറിഞ്ഞു വീണ്, അതായത് അവിടുത്തെ ലോക്കൽ പീപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരമൊക്കെ കട്ട് ചെയ്ത് റോട്ടിൽ നിന്ന് ക്ലിയർ ചെയ്ത്, അവിടെ ഫയർഫോഴ്സ് കാര്യങ്ങളൊന്നുമില്ല, ലോക്കൽ പീപ്പിൾസാണ് എല്ലാം ചെയ്യുന്നത്. കാരണം അവരിതായിട്ട് കംഫേർട്ടായി. അപ്പോൾ അവർ കട്ടൊക്കെ ചെയ്ത് ക്ലിയർ ചെയ്ത ശേഷം ഞാൻ കുറച്ചും കൂടി റീഫിൽ ചെയ്ത ശേഷം എൻ്റെ തിരിച്ച് ബാക്ക് പാക്കിങ് ഹോസ്റ്റലിലേക്ക് പോയി. കാരണം എനിക്ക് അവിടെ ഒരു നൈറ്റും കൂടി സ്റ്റേ ചെയ്തിട്ട് മോർണിംഗ് എനിക്ക്, അതായത് തിരിച്ച് കൊച്ചിയിലേക്ക് വരാനുള്ള, കാരണം എനിക്ക് സമയം വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ കാഴ്ചകൾ കാണാനോ കൂടുതലേക്ക് എത്തിപ്പെടാനോ പറ്റില്ല. കാരണം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ 3 days അല്ലെങ്കിൽ 4 days മിനിമം ഒരു ട്രിപ്പായിരുന്നു. ഇപ്പോൾ ആക്ച്വലി ഈ ട്രിപ്പ് ടോട്ടൽ എടുത്ത് ഏകദേശം 3 days ഉള്ള ഒരു ട്രിപ്പായിരുന്നു. കാരണം
അതായത് നേരെ കൊടൈക്കനാൽ എത്തി ഇവിടെ റെസ്റ്റ് ചെയ്ത ശേഷം അവിടെ നിന്ന് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് നേരെ പൂമ്പാറ വില്ലേജ്, ആ വില്ലേജിൽ പോയിട്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളും ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് നേരെ തിരിച്ച് ബാക്ക് ടു കൊച്ചിൻ. ഒരു ജെറ്റ് റൈഡ് ആയിരുന്നു. അതായത് സോളോ ആയതുകൊണ്ട് എനിക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കാനില്ല, ജസ്റ്റ് ഒരു ജെറ്റ് റൈഡ്, ചീത്തപ്പൊളി റൈഡായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ റൈഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൂറിങ്. അത് വേറെ ഡിഫറെൻറ്റ് ഫീലാണ് ഹിമാലയൻ്റെ സോളോ ടൂർ ചെയ്ത് പോവുക. പിന്നെ തന്നെ കൊടൈക്കനാലിൽ പോയി കഴിക്കുന്നത്, അതായത് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് കുറയ്ക്കുക ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ ഫുഡ്സ് കഴിക്കാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കണ്ട് ഇൻസ്പയർ ആയിട്ട് ഇവിടെ വന്ന് ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അടിപൊളി, അതായത് ഗ്രിൽഡ്, അതായത് കബാബ്സും പിന്നെ ഫിഷ്, അതായത് ഫിഷ് റോസ്റ്റും കാര്യങ്ങളും, അങ്ങനത്തെ അതായത് ലോക്കൽ ആ ഒരു പഴയ ഒരു ഇതിലുള്ള ഫുഡും കാര്യങ്ങളും അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടിയത്. ആൻഡ് നിങ്ങൾ കൊടൈക്കനാൽ പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. ലെറ്റ്സ് എന്താണ് നടക്കുക. திரும்பி வரும்போது பார்க்கலாம். இங்கே தான் இருப்பேன். இங்கே இல்லைன்னா வேற ஏதாவது இடத்துல வச்சு பார்ப்போம். கண்டிப்பா. பாய். ஃபோன் நம்பர் இருக்குல்ல? இருக்கு. ஃபோன் அடிங்க, நான் நம்பருக்கு அடிக்கிறேன். ரோட்டர் இருந்தால் கொடுத்துருவோம். எங்கிட்ட ஒரு லைட்டர் மட்டும் தான். ஒரு லைட்டர் மட்டும் கொடுங்க, 10 கொடுங்க. ப்ரோ 130. അങ്ങനെ ഹോസ്റ്റലിൽ എൻ്റെ അതായത് ബഡി പെയറായിട്ട് ബൈയൊക്കെ പറഞ്ഞ ശേഷം അവിടെ നേരെ ഹോസ്റ്റലിൽ നേരെ കൊടൈക്കനാൽ ടൗണിലേക്ക് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. അതായത് ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട് ഹോസ്റ്റലിൽ നിന്ന് നേരെ കൊടൈക്കനാൽ ടൗണിലേക്ക്. അപ്പോൾ നേരെ അവിടെ നേരെ ടൗണിലേക്ക് ഞാൻ പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് ജസ്റ്റ് ഞാൻ ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂബ് ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചെയിനിൽ കുറച്ച് ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അത് ചെയ്ത് കുറച്ചുകൂടി പെർഫോമൻസിൽ വേരിയേഷൻ വരുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു. സ്റ്റാൻഡിനും ക്ലച്ചിനും കുറച്ച് ഓയിലൊക്കെ ചെയ്ത് ഒന്ന് സെറ്റാക്കണം വണ്ടി. എന്നിട്ട് നേരെ ഞാൻ പോയത് ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കൊടൈക്കനാൽ ലേക്കിലേക്കാണ്. കൊടൈക്കനാൽ ലേക്ക് ജസ്റ്റ് അതിൽ കൂടെ ഒന്ന് റൈഡ് ചെയ്ത് പോവുക. ആ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ കാണാൻ, കുറച്ച് വീഡിയോസ് ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യുക. റണ്ണിങ്ങിൽ തന്നെ അവിടെ ജസ്റ്റ് ബ്രേക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആ ഒരു കാഴ്ച കാണാം. കാരണം ലേക്കിൽ ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, പക്ഷേ ആ ലേക്ക് ഒന്നും കൂടി കാണണമെന്ന് തോന്നി, അതിൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണണം തോന്നി. അങ്ങനെ ലേക്കിൻ്റെ അതിൽ കൂടെ ജസ്റ്റ് റൈഡ് ചെയ്ത് ബാക്ക് ടു കൊച്ചിൻ, സ്ട്രെയിറ്റ് ബാക്ക് ടു കൊച്ചിൻ. അതായത് ഏകദേശം ഒരു വളരെ സമയം കുറഞ്ഞായിരുന്നു കൊടൈക്കനാലിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് എത്തിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജെറ്റ് റൈഡായിരുന്നു. അതായത് ഇൻ ബിറ്റ്വീൻ 3 സ്റ്റോപ്പുള്ള ഒരു ജെറ്റ് റൈഡ്. അപ്പോൾ അങ്ങനെ കൊടൈക്കനാലിൻ്റെ അതായത് വെൽക്കം സ്പോട്ടായ ടോൾ ബൂത്തിൽ നിന്നൊക്കെ ബൈ പറയുന്ന ഒരു സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ബൈ ബൈ കൊടൈക്കനാൽ, see you next time. Until the next time, bye Kodaikanal, and let's jet ride to Cochin back. ഓക്കെ ഗായ്സ്, അപ്പോൾ ഈ വീഡിയോ സീരീസ് ഇവിടെ വൈഡപ്പും കാര്യങ്ങളൊക്കെ വിഷയമാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ എപ്പിസോഡും അല്ലെങ്കിൽ പുതിയൊരു ട്രാവൽ സീരീസിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. ബൈ ബൈ.